ഭാരതം മറ്റൊരു റിപ്പബ്ലിക് ദിനം കൂടി ആഘോഷിക്കുകയാണ്. ജനുവരി 26 തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ആവേശകരമായ ഒരു ചരിത്രമുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെങ്കിലും ഈ തീയതിയുടെ വേരുകൾ ചെന്നെത്തുന്നത് 1930 അന്ന് ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനം ഭാരതം നടത്തിയത്. ആ ചരിത്ര ദിനത്തിന്റെ സ്മരണ നിലനിർത്താനാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി നിശ്ചയിക്കപ്പെട്ടത്. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നമ്മുടെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും ലോകത്തിന് മുന്നിൽ അണിനിരക്കുമ്പോൾ അതിന്റെ സമാപനം കുറിച്ച് ബീറ്റിംഗ് റിട്രീറ്റിന് സമാനമായ സൈനിക പരേഡ് നടക്കുന്നുണ്ട്. ചടുലമായ ചുവടുവയ്പ്പുകളോടെ നടക്കുന്ന ഈ പരേഡ് അങ്ങേയറ്റം ആകർഷകമാണ്. അതിനൊപ്പം തന്നെ വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് പ്രാധാന്യത്തോടെ നാം നോക്കിക്കാണുന്ന മറ്റൊരു ചടങ്ങാണ്. പഞ്ചാബിന്റെ മണ്ണിൽ അമൃത്സറിലെ അട്ടാരി പിന്നിട്ട് നാം എത്തിച്ചേരുന്നത് ചരിത്രമുറങ്ങുന്ന ഇന്ത്യ പാക് അതിർത്തിയായ വാഗയിലാണ്. ഇന്ത്യയുടെ അമൃത്സറിനും പാകിസ്ഥാന്റെ ലാഹോറിനും ഇടയിലുള്ള പുരാതനമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലെ ഈ ഗ്രാമീണ മേഖല ഇന്ന് ദേശസ്നേഹത്തിന്റെ അഗ്നിപഥമാണ്. 1947 വിഭജനത്തിന് ശേഷം വാഗ ഒരു അതിർത്തിയായി മാറി. അവിടെയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ലോകം സാക്ഷ്യം വഹിക്കുന്ന അതിശയകരമായ ഒരു സൈനിക അഭ്യാസം നടക്കുന്നത്. അതെ, ബീറ്റിംഗ് റിട്രീറ്റ്. എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് മുൻപായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പതാകകൾ പ്രത്യേകമായ ചടങ്ങുകളോടെ ആദരപൂർവ്വം താഴ്ത്തുന്ന ഈ ചടങ്ങ് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. 1959 മുതൽ മുടങ്ങാതെ നടക്കുന്ന ഈ ചടങ്ങ് ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ശക്തിയും വൈവിധ്യവും വിളിച്ചോതുന്ന മനോഹരവും ദേശീയ വികാരം തുളുമ്പുന്നതുമായ ഒന്നാണ്. ഇന്ത്യയുടെ BSF ജവാന്മാരും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സൈനികരും പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി ദേശഭക്തി ഗാനങ്ങളും ശ്ലോകങ്ങളും അന്തരീക്ഷത്തിൽ മുഴങ്ങും. കൃത്യമായ പരിശീലനത്തിലൂടെ മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിൽ കാലുയർത്തി നെറുകയിൽ തൊടുന്ന ചടുലമായ സല്യൂട്ട് കാണികളെ വിസ്മയിപ്പിക്കും. ഗേറ്റുകൾ തുറക്കപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന അപൂർവ നിമിഷത്തിനും വാഗ സാക്ഷ്യം വഹിക്കുന്നു. രാജ്യസ്നേഹത്തിന്റെ ഈ വേദി പലപ്പോഴും പ്രതിസന്ധികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1965 1971 യുദ്ധകാലഘട്ടങ്ങളിൽ ഈ ഗേറ്റുകൾ അടഞ്ഞുകിടന്നു. 2014 ആക്രമണവും കോവിഡ് മഹാമാരിയും ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. എങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ലാതെ ബ്യൂഗിൾ വാദ്യങ്ങളുടെ അകമ്പടിയോടെ ഇന്നും പതാകകൾ ആദരപൂർവ്വം താഴ്ത്തുകയും ബഹുമാനപൂർവ്വം മടക്കി തിരികെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന പതിനായിരങ്ങൾക്ക് മുന്നിൽ ഭാരതീയൻ എന്ന വികാരം അതിന്റെ എല്ലാ തീവ്രതയോടെയും അനുഭവപ്പെടുന്ന നിമിഷമാണിത്. വർത്തമാനകാലത്ത് നമ്മുടെ കരുത്തും നിശ്ചയദാർഢ്യവും വിളംബരം ചെയ്യുന്ന വാഗാ അതിർത്തി ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ മഹത്തായ പാഠങ്ങൾ പകർന്നു നൽകുന്നു.
വാഗ അതിർത്തിയും ബീറ്റിംഗ് റിട്രീറ്റും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നവും സംഭവബഹുലവുമായ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയായി അത് മാറുന്നു. വർത്തമാനകാലത്തെ നമ്മുടെ കരുത്തും നിശ്ചയദാർഢ്യവും സമാനതകളില്ലാത്ത സൈനിക ശക്തിയും വിളംബരം ചെയ്യുന്നു. സർവോപരി ഇന്ത്യക്കാരനെന്ന അഭിമാനബോധവും ദേശസ്നേഹത്തിന്റെ മഹത്തായ പാഠങ്ങളും അത് നമുക്ക് പകർന്നു നൽകുന്നു. വാഗയിലെ ഓരോ ചുവടുവയ്പും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈ കരുത്തിനെയാണ്. ആ ആവേശവും അഭിമാനവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരു പുതിയ ഭാരതത്തിന്റെ നിർമ്മാണത്തിനായി നമുക്ക് മുന്നേറാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ.